ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ മലപ്പുറം കൊട്ടക്കുന്ന് പാർക്കിലൂടെ പോയപ്പോൾ അവിടെ ഇതേപോലത്തെ റൗണ്ട് കളർ സ്വിങ് ഉണ്ടായിരുന്നു. റൗണ്ട് ഷേപ്പിലുള്ള സ്വിങ് ഉണ്ടായിരുന്നു. അതിൽ കയറിയ ഒരു അപാരതയാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എൻ്റെ രണ്ടഞ്ചത്തികൾക്കും യാതൊരു തരത്തിലുള്ള പേടിയില്ല. അവർ രണ്ടാളും ചിരിച്ചുത്തിറക്കിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ബാക്കി നിങ്ങളെന്നെ കാണുക. കണ്ടോ ഗൈസ്, ഇവൾക്കൊന്നും ഒരു പേടിയില്ല ഗൈസ്. പിന്നെ അതവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ എന്തോ സംഭവം ഇതിലൊക്കെ മീൽ കയറി, പക്ഷെ ഞാൻ അതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ അവിടെ കുഞ്ഞു ആക്ടിവിറ്റീസ് ഉണ്ട് അതേപോലത്തത്. ഞാൻ മീൽ ചെയ്തപ്പോൾ അതൊന്നും നോക്കണില്ല, പക്ഷെ ഞാൻ ഉപ്പച്ച് ചെയ്തപ്പോൾ നല്ല സംഭവമായിരുന്നു. എൻ്റെ തലയൊക്കെ കുലുങ്ങി ഗൈസ്. കാരണം എന്താ വെച്ചാൽ മീൽ അത്ര വെയിറ്റ് ഇല്ല. കണ്ടോ, മീൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഇതേപോലെ അനങ്ങൂല. പക്ഷെ ഉപ്പച്ച് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഗൈസ്. പിന്നെ അവിടെ ഇതേപോലത്തെ കുഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ ഇതേപോലെ കുഞ്ഞു ബോട്ട്സൊക്കെ ഇട്ടിട്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അടുത്തതാണ് സീൻ ഐറ്റം. ഇതാണ് എന്താണ് പറയുക, ബുള്ളോ റൈസോ അങ്ങനെ എന്തോ സംഭവം, എനിക്ക് അതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും മില്ലു അതിൽ തകർപ്പനായിട്ട് തകർത്ത് അതിൽ അടിപൊളി പെർഫോമൻസ് തന്നെയാണ് മില്ലു ചെയ്തത്. അവൾക്ക് അതിന്മേന്ന് നല്ല ബലവും കിട്ടുന്നുണ്ട്, കുറേ സമയം നിൽക്കുകയും ചെയ്തു ഗൈസ്. പക്ഷെ അതിന് പുറമെ ഞാൻ ചെയ്തത് 2 സെക്കൻഡ് പോലും എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. അതിന്മേൽ ആ സമയത്താണ് മിലു ഇങ്ങനെ ചെയ്യണത്. എന്നെ ഉമ്മച്ചി കൊല്ലം കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻസ് ഇത് ഞാൻ വലിയ ആളായി കയറാൻ പോയതാണ്, പക്ഷേ എനിക്ക് പറ്റിയില്ല, ബട്ട് മിലുവിന് പറ്റി. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പറയില്ലേ, ഓള് കേട്ടണമൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഇതാക്കിയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ മിലു അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ ഗൈസ്. കണ്ടോ, ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ അവൾ അവസാനം ഇത് നിൽക്കുന്ന ടൈം ഉണ്ടല്ലോ, അപ്പോഴാണ് അവൾ അറിഞ്ഞത്. കണ്ടോ, ഇത് നിന്നപ്പോഴാണ് അവൾ അറിഞ്ഞത് കേട്ടോ. പിന്നെ അവിടെ ഈ കാർ റേസ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ഞാൻ അതിൽ കയറും. ഞാനും മിലും ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ അങ്ങനെ പോവുകയായിരുന്നു. ഇത് ഫുള്ള് കുത്തലാണ് ഗൈസ്. ഞങ്ങൾ ആരും കുത്താതെ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഞങ്ങളെ വന്ന് കുത്തുകയായിരുന്നു. അടിപൊളിയായി കേട്ടോ. പിന്നെ ഈ സംഭവം ഇപ്പോൾ കങ്കാരുവിൻ്റെ പോലെ എന്തോ ഈ സംഭവമാണിത്. അതായത് ഇങ്ങനെ ഹൈറ്റിൽ കറങ്ങും. ഇതിൽ ഞാനും എൻ്റെ കൂടെ ഒരു താത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഇതപ്പോൾ പോയ ഗ്രീനിലാണ് ഞാനിരുന്നത്. കാണിച്ചു തരാവേ. ഇപ്പോൾ വരുക ഗ്രീൻ. ഈ ഗ്രീനിലാണ്, ആ സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ അപ്പുറത്തെ ഒരു താത്തയാണ്. താത്തയൊക്കെ ഭയങ്കര പേടിയാണ്, പക്ഷെ എനിക്ക് അത്ര ഇതിൽ പേടിയായില്ല. താത്ത പേടിച്ച് അലറുകയായിട്ടുണ്ട് ഗൈസ്. ഉണ്ടോ, അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല പേടിയാകുന്നു, പക്ഷെ അത്ര ഒന്നുമില്ല. കുറച്ച് സ്പീഡ് കുറച്ച് ഓവറായിരുന്നു, എന്നാലും ഞാൻ ഉദ്ദേശിച്ച അത്ര പേടിയൊന്നും ഇല്ല കേട്ടോ എനിക്ക്. പിന്നെ മിലും ഓളൊപ്പം 2 ഫ്രണ്ട്സും ഉണ്ട്. ഇത് ഞങ്ങളറിയിട്ടില്ല കേട്ടോ. ഓളവിടെ ഇരുന്നപ്പോൾ 2 കുട്ടികൾ വന്നു. ഇതേപോലെ ഒരു സംഭവത്തിൽ ഭയങ്കര സ്ലോ ആണ് ഇത്. അതാണ് ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഗൈസ്. കാരണം ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇഷ്ടമായിട്ടില്ല. കണ്ടത് വെള്ള പോയി അവിടെ മുട്ടി. അതായത് മങ്കി അവിടെ മുട്ടി. ഇനി ഇതെന്താവുന്നത് നോക്കിക്കോളൂ. ഇതുണ്ടോ, ഇതേപോലെ ഇങ്ങനെ വരും. ഇങ്ങനെ ജമ്പ് ചെയ്ത് ഇങ്ങനെ കുലുങ്ങി ഇങ്ങനെ വരാം. അത്രേ ഉള്ളൂ. ഇത് അത്ര വലിയ സംഭവം അല്ല. മിലു എന്ന് വെച്ചാൽ ഹൈറ്റിൽ ഇങ്ങനെ പോയി സ്പീഡിലുണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ് അവൾ കയറിയത്. പക്ഷേ അവൾ മുഖം കണ്ടാലും നിങ്ങൾക്ക് അറിയാം അവൾക്ക് ഇഷ്ടമായിട്ടില്ലാന്ന്. എനിക്കും അത്ര പറ്റില്ല, ഞാനും അതന്നെ വിചാരിച്ചു. പക്ഷേ എനിക്ക് കയറാൻ പറ്റത്തില്ല. 8 or 9 അത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ളൂ കേട്ടോ അതിൽ കയറാൻ പറ്റുക. ദെൻ അടുത്തത് ഗൈസ് ഡ്രാഗൺ. ഇത് വെള്ളത്തിൽ കൂടെയാണ് പോകുന്നത്. ഇതേപോലെ ഇങ്ങനെ റൗണ്ട് അടിക്കും, അത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നും ഞാൻ ഉദ്ദേശിച്ചത്ര അതേപോലെ നല്ല ഗൈസ് കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതേപോലെ ഡ്രാഗൺ, ഇതേപോലെ ഒരു വണ്ടിയാണ്. ഇതിൽ ഞാനും ഉമ്മച്ചിയും കുട്ടിയും മിലുവിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്, അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് ആള്. പിന്നെ ഇതേയും കുറച്ച് അഡാറായിട്ട് ഇതിൽ ഞാൻ മാത്രമേ കയറിയിട്ടുള്ളൂ. മേലെക്കണ ഈ തട്ടിലാട്ടോ ഞാനുള്ളത്. തട്ടല്ല, ഈ സംഭവത്തിൽ കണ്ടോ, അവിടെ അറ്റത്തിരിക്കണം ഞാനാണ്, ആ വൈറ്റ് കളറിൽ. അടിപൊളി സാധനമാണ്, ആകാശത്ത് എത്തിയ പോലെയാണ് കേട്ടോ. ഇതിൽ ബാക്കിയുള്ളവർക്കൊക്കെ പേടിയാകുന്നുണ്ട്, ഞാൻ മാത്രമേ കയറിയിട്ടുള്ളൂ. എൻ്റെ ധൈര്യം നിങ്ങൾ നോക്കണേ.
പിന്നെ മിലുവും കുട്ടി ഇതാ ഈ സംഭവം ഇങ്ങനെ ചാടുമ്പോൾ ഇങ്ങനെ ഇതാവണ സംഭവം ഉണ്ടല്ലോ ഇതിലൊന്നും എനിക്ക് കയറാൻ പറ്റൂല. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഫുള്ള് തകർത്തിന് ഗേൾസ്. കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ഇപ്പോൾ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതൊക്കെ. അതിൽ കുട്ടിക്ക് ചാടാൻ വയ്ക്കാത്തതുകൊണ്ട് മിലു ഇങ്ങനെ ചാടുകയാണ്. കണ്ടോ, ഞാൻ ചെയ്ത ഒന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് കയറാൻ പോലും വെച്ചിട്ടില്ല ഗൈസ് ഞാൻ. പിന്നെയാണ് അഡാർ ഐറ്റം പറഞ്ഞാൽ എന്താണ് വലിയ ചക്രം, എന്താണ് ഇതിന് പറയുക, യന്ത്രൂഞ്ഞാലോ അല്ലല്ല അതൊന്നുമല്ല. ഇതിൻ്റെ പേരെനിക്ക് കിട്ടണില്ല കേട്ടോ ഗേൾസ്. ഇതിൽ ഞാനും ഇപ്പച്ചിയും മിലും കയറി അഡാറായിട്ടേനെ. എനിക്ക് കുറച്ച് പേടിയാണ്, കാരണം ഞങ്ങളാണ് പോകുന്നത് കേട്ടോ. പിന്നെ പേടി ഉണ്ടാവാനുള്ള കാരണം പറഞ്ഞാൽ അഥവാ പൊട്ടിയ കഴിഞ്ഞിട്ടോ നിങ്ങളെ കഥ. അടിപൊളി സംഭവമായിരുന്നു. പക്ഷേ മേലിട്ടെത്തുമ്പോൾ വ്യൂ മോനെ അടിപൊളി തണുത്ത കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ ഇഷ്ടം, പക്ഷെ ചെറിയൊരു പേടി ഉണ്ടാക്കും. ഒരു അടിപൊളി സാധനമാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയണമെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഇതിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതേപോലെ മോട്ടോർ സൈക്കിളിൻ്റെ ഇതിൽ കയറി. ഇതിൽ എനിക്ക് കയറാൻ പറ്റും, പക്ഷെ എനിക്ക് ഇത്ര ഇൻട്രസ്റ്റിംഗ് അല്ലേ കളിച്ച്. പിന്നെ മിലു പറഞ്ഞു ഞാൻ കയറിയാലുള്ള ഓള് കയറുക, അങ്ങനെ കയറിയതാണ് കേട്ടോ ഞാൻ. പിന്നെ ഇതേപോലത്തെ കുഞ്ഞ് ഹെലികോപ്റ്ററിൻ്റെ സംഭവം ഇതിൽ മിലു കയറിയിട്ടുണ്ട്. ഇതിലൊന്നും എനിക്ക് കയറാൻ പറ്റൂല ഗൈസ്. എനിക്ക് കയറാൻ പറ്റിയാൽ എനിക്ക് കുറച്ച് ഫാസ്റ്റില്ല അതൊക്കെ വേണം. പിന്നെയാണ് ഗൈസ് വാട്ടർ തീം പാർക്ക്. അത് ഇവിടെ തന്നെ ഉള്ളതാട്ടോ വാട്ടർ തീം പാർക്ക്. അടിപൊളി സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും പറ്റും. നല്ല രസമാണിത്. പിന്നെ കുട്ടിക്ക് ഇതിൽ ഇറക്കണമെങ്കിൽ കുറച്ച് സീനാണ്, പക്ഷെ ഓൾക്ക് ഇതിൽ ഇറങ്ങുക തന്നെ വേണം. അവിടെ ഞാനുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. അവിടെ വെള്ളം അവിടെ കുട്ടിനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഞാനാണ്. അവൾക്ക് ഇരിക്കണം, വെള്ളത്തിൽ ഇറങ്ങണം, ബട്ട് അവൾ ഇറങ്ങത്തില്ല. അങ്ങനത്തെ ഒരു സംഭവമാണത്. കണ്ടോ, ഇപ്പം എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ലേ. പിന്നെ വെള്ളം അതിൽ ശരിക്കും പഠിച്ചിട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾക്ക് വെള്ളത്തിലോട്ട് തന്നെ ഇറങ്ങണം, അങ്ങനെയായി. ഫസ്റ്റ് കുറച്ച് പേടിനേനു, പിന്നെ ഒക്കെ ശരിയായിട്ടോ. പിന്നെ അവൾക്ക് അതന്നെ ചെയ്യണം, വെള്ളത്തിലോട്ട് ഇറങ്ങന്നെ വേണം. പിന്നെ ഞാൻ കുടുങ്ങി ഗൾസ്. ഫസ്റ്റ് ഭാഗ്യം രക്ഷപ്പെട്ടു അതേനു. പിന്നല്ലേ മനസ്സിലായത് ഇവിടുന്ന് പോരുന്നല്ലേ ഗൾസ്. പിന്നെ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഉമ്മച്ചി കുറേ വന്ന് നോക്കി, എന്നാലും നോ രക്ഷ ഗൾസ്. അവൾക്ക് അവിടെ നിൽക്കുമ്പോൾ എത്രയേ ഉള്ളൂ വെള്ളം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കൂലേ പിന്നെ അവസ്ഥ എന്തായിരിക്കും. ഞാനവിടെ മുട്ടത്തിരുന്നിട്ടാണ് ഗൾസ് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. ദെൻ വേറെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അടിപൊളിയാണ്. നല്ല ഈ ചൂട് കാലത്തൊക്കെ തണുപ്പിൽ പോകുമ്പോൾ ഈ വെള്ളത്തിലൊക്കെ പോകുമ്പോൾ സെറ്റാണ്. പിന്നെ വീണ്ടും മറ്റേ ജമ്പ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതിലോട്ട് വീണ്ടും കയറിപ്പോയി. കാരണം അവിടെ കുട്ടിക്ക് കളിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതന്നെ ഉള്ളു കുട്ടിക്ക് പറ്റിയത്. വീണ്ടും അങ്ങോട്ട് തന്നെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗേൾസ്. പിന്നെ ആ കുട്ടീൻ്റെ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു, ഐസ്ക്രീമൊക്കെ തിന്നെടുക്കുക. പിന്നെ ഇതാണ് ഗേൾസ് അതിൻ്റെ മേലെ കയറിയപ്പോൾ വ്യൂ. ഞാൻ പറഞ്ഞു എനിക്ക് പേരറിയാത്ത സംഭവം. അതിൻ്റെ മേലത്തെ വ്യൂ ആണ് ഗേൾസ് നിങ്ങൾ ഈ കാണുന്നൊരൈറ്റം. അത് കാരണം അടിപൊളിയാണ്, കണ്ടില്ല. നല്ല തണുത്ത കാറ്റടിക്കുമ്പോൾ ഇമ്മാതിരി സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ മക്കളെ. അത് നിങ്ങൾ കൊണ്ടനുഭവിക്കാൻ തന്നെ വേണം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.